ഈ വർഷം ഒക്ടോബറിലെ റിപ്പോർട്ട് അനുസരിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെയ്ഡിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 83% പനീറും ദോഷകരമായ ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ 40% പാം ഓയിൽ, ഡിറ്റർജൻറ്റുകൾ, യൂറിയ, രാസവസ്തുക്കൾ തുടങ്ങിയവ ചേർത്തുണ്ടാക്കിയതാണത്രേ. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള പനീർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടു നോക്കിയാലോ. ഇതിനായി മിൽമയുടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളർ പാക്കറ്റിൽ വരുന്ന പാലിൽ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4.5 ഫാറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് 5 പാക്കറ്റ് എടുക്കുന്നുണ്ട്. 2.5 ലിറ്റർ വരും. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊട്ടും കട്ടിയില്ലാത്ത ചെരുവാണ്, എന്നാലും ഇതിനകത്ത് പാൽ അടിയിൽ പിടിക്കില്ല. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിക്കാൻ. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള വിനാഗിരി റെഡിയാക്കി വെക്കാം. അതിന് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഇല്ലാത്തവർ നാരങ്ങ നീര് ചേർത്താലും മതി. 2 വലിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്താൽ മതി. അതും ഡയറക്റ്റ് ഒഴിക്കരുത്. വെള്ളത്തിൽ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ പനീർ റബ്ബർ പോലെ ആയിപ്പോകും. നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ കിട്ടണമെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാകും. ഇനി ഒരു 30-40 സെക്കൻഡ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. കാരണം ഇതിൻ്റെ നല്ല ഹൈ ആയിട്ട് ചൂടിലാണ് ഇത് ഇരിക്കുന്നത്. അതൊന്ന് ഡൗൺ ആക്കി കൊണ്ടുവരാം നമുക്ക് ആ ചൂട്. പെട്ടെന്ന് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷോക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ചെയ്താലും പനീർ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 2ാമത്തെ ടിപ്പാണ് കേട്ടോ. ഒരുപാട് തണുത്ത് പോകരുത്. ജസ്റ്റ് ആ ചൂടൊന്ന് ഡൗൺ ആയി വരട്ടെ, അത്ര മതി. ഇപ്പോൾ ഒരു 40 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിക്കരുത്. ഒരു 2 സ്പൂൺ വീതം 4-5 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇളക്കുന്നതാണെങ്കിലും പതിയെ, വളരെ സ്ലോ ആയിട്ട് ചെയ്യാവുള്ളൂ. ഹൈ സ്പീഡിലിട്ട് വല്ലാണ്ട് കറക്കരുത്. അതുപോലെ ഒരേ സൈഡിലേക്ക് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. വളരെ സ്ലോ ആയിട്ട് വേണം ഈ പനീറായി മാറുന്ന ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ലെങ്തി ആയി പോകാതിരിക്കാനാണ് ഞാൻ സ്പീഡിലിട്ടത് കാണിക്കുന്നത്. കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ഞാൻ ഇത് പ്രോസസ്സ് ചെയ്തത്. എടുത്തു വെച്ച സൊല്യൂഷൻ മുഴുവനായിട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പനീറും വെള്ളവും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഐസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സ് ചേർത്താലും മതി. തണുത്ത വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും ചൂടിനകത്ത് നല്ല സോഫ്റ്റായിട്ട് ഉള്ള പനീർ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് കട്ടിയാകും. അത് വരാതിരിക്കാനാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ റബ്ബർ പോലെയൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. ഇതിനി ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അപ്പോഴേക്കും ഒരു അരിപ്പ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഒരു കോട്ടൺ തുണിയാണ് ഇട്ട് കൊടുക്കുന്നത്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. കണ്ടോ, പാത്രത്തിൽ ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. ഇതിനാണ് ഞാൻ ആദ്യമേ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് 2 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം.
വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ, മണവും ടേസ്റ്റും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈപ്പ് വെള്ളം മതി. ഇനി ഇതൊന്ന് കിഴികെട്ടി നമുക്ക് വെള്ളം പോകാനായിട്ട് വെക്കാം. അധികം പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് അരിപ്പയിൽ തന്നെ ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പം തന്നെ വെള്ളം വാർന്നു പൊക്കോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വെയിറ്റ് വെച്ച് നമുക്ക് ബാക്കി വെള്ളം കൂടെ പോകാനായിട്ട് വയ്ക്കാം. ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ ഉള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വെയിറ്റ് വെച്ച് ഒരു 25-30 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അതിൽ കൂടുതൽ വെക്കരുത്, അതിൽ കുറവും വെക്കരുത്. കൂടുതൽ വെച്ചാൽ അതിനകത്തെ മോയ്സ്ചറെല്ലാം പോയിട്ട് പനീർ ഹാർഡായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ് കിട്ടിയിരിക്കുന്നത്. പനീർ വെച്ചിരുന്ന ആ തുണിയിൽ നോക്കി ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടോ? പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? കണ്ടില്ലേ, സൈഡ് ഷേപ്പില്ലാണ്ട് കിട്ടി. കുഴപ്പമില്ല, അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമുക്ക് എന്തിനകത്തേക്ക് ഒക്കെ ഉപയോഗിക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിരിക്കുന്ന പനീർ. ഇനി ആ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഏത് രീതിയിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പിലോ നീളത്തിലോ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഇനി ഞാൻ പെട്ടെന്ന് പനീർ വെച്ച് ചെയ്യുന്ന ഒരു പൊറാട്ടയും കൂടെ ഉണ്ടാക്കി കാണിക്കാം. എളുപ്പമല്ല ചെയ്യാനായിട്ട്, വളരെ വേഗത്തിൽ കഴിഞ്ഞില്ലേ. പൊറാട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളി ഓപ്ഷണലാണ്, വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി അധികമാകരുത്, അധികമായി കഴിഞ്ഞാൽ കയ്പ്പ് വരും പൊറാട്ടയ്ക്ക്. എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 പിഞ്ച് മതി. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും സവോളയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർക്കാം. മഞ്ഞൾപ്പൊടി വേണ്ടവർ ചേർത്താൽ മതിയെ. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബൈൻഡാകാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആ മുറിച്ച് വെച്ച പനീറും കൂടെ എടുത്തൊന്ന് പൊടിച്ചെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി തണുക്കാൻ വെച്ച മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം തണുപ്പിച്ച് ചേർക്കാവുള്ള, ചൂടോടുകൂടി ചേർക്കരുത്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ഒരു ഉരുള ആട്ട എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയുടെ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് 2 സൈഡും ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് മാവ് അതിനകത്ത് എക്സ്ട്രാ വരും. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അത് വെച്ച് പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗം കട്ടിയായിട്ടിരിക്കും. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് പൊടിയും കൂടെ തൂകിയിട്ട് പതിയെ ഒന്ന് പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്ത് പരത്തരുത്, ലൈറ്റായിട്ട് പരത്തി കൊടുക്കാവുള്ളൂ. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും.
പുറത്തുനിന്ന് അകത്തേക്ക് വേണം പരത്താനായിട്ട്, ഇല്ലെങ്കിൽ സൈഡ് പൊട്ടിപ്പോവും. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ കല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടാവരുത് കല്ല്, പെട്ടെന്ന് മറിച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ ആ ഭാഗം കട്ടിയായി പോകും. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. പെട്ടെന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ഗ്രീൻ ചട്നിയും കൂട്ടി അല്ലെങ്കിൽ തൈര് ചേർത്തോ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി. ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ആരും പുറത്ത് പോയിട്ട് പനീർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്